അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്കിലെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സുആൽ ജവാബിലേക്ക് മംഗലാപുരത്ത് നിന്ന് സഹോദരൻ അബ്ദുൽ മജീദ് അയച്ചിട്ടുള്ള ഒരു മുസ്ലിയാരുടെ ക്ലിപ്പിനുള്ള മറുപടിയാണ്. മംഗലാപുരം വിട്ല എന്ന പ്രദേശത്തിനടുത്ത് ഈ അടുത്ത് ഒരു തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരാൾ മരണപ്പെടുകയും അയാളുടെ ഖബറിന് മീതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാറം കെട്ടിപ്പടുത്ത് വ്യവസായം ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ റഷീദ് സഖാഫി എന്ന് പറയുന്ന ഒരാൾ ഖബർ കെട്ടിപ്പൊക്കൽ പൂർവികരുടെ നടപടിക്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് ഇറക്കുകയുണ്ടായി. ഇതിന് ഉള്ള മറുപടിയാണ് സഹോദരൻ അബ്ദുൽ മജീദ് ആവശ്യപ്പെട്ടത്. ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വഹാബികൾ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ എതിർക്കുകയും അത് ശിർക്കാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അത് സലഫുകളുടെ നടപടിക്രമമാണ് എന്നാണ് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. അതിന് തെളിവായി ആയത്തോ ഹദീസോ പറയാതെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ള മുറിക്കഷ്ണം വാചകങ്ങളാണ് തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമതായി മുൽഹിറുദ്ദീൻ അസ്സൈദാനി അല്ലെങ്കിൽ അൽ മുൽഹിരി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞ വാചകം ഇതാണ്: വഖദ് അബാഹ സലഫു അൻ യുബ്ന അലാ ഖുബൂരിൽ മശായിഖി വൽ ഉലമാഇൽ മശ്ഹൂരീൻ. ശൈഖന്മാരുടെയും അറിയപ്പെട്ട പണ്ഡിതന്മാരുടെയും ഖബറിന്റെ മേൽ നിർമ്മാണം നടത്തൽ പൂർവികർ അനുവദിച്ചിട്ടുള്ള വിഷയമാണ് എന്നതാണ്. പൂർവികർ എന്നത് ആരാണ് എന്നും അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അവസാന ഭാഗത്ത്. സഹാബികൾ, താബിയുകൾ, തബഉ താബിയുകൾ എന്നാണ്. അതായത് ഉത്തമ നൂറ്റാണ്ടിലെ ഉത്തമ ആളുകളായ ആദ്യ 3 തലമുറകളിലെ ആളുകളുടെയൊക്കെ നടപടിക്രമം ജാറങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അത് ഇസ്ലാമികമാണ്. അതിന് അദ്ദേഹം തെളിവായി കൊണ്ടുവന്ന വാചകമാണ് മുകളിൽ വായിച്ചത്. ഇവിടെ മുസ്ലിയാരോട് ഒന്നാമതായി ചോദിക്കാനുള്ളത്, അദ്ദേഹം വായിച്ച വാചകത്തിൽ അൻ യുബ്ന അലാ ഖുബൂരിൽ മശായിഖി, ഖബറുകൾക്കു മീതെ നിർമ്മാണം നടത്തുക എന്നാണ് മുസ്ലിയാർ അതിന് പറഞ്ഞിട്ടുള്ളത്. ഈ വാചകത്തിന് ഇവിടെ അലാ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറുകളുടെ മീതെ നിർമ്മിക്കാമെന്നാണോ? എങ്കിൽ മുസ്ലിയാരോട് ചോദിക്കാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 84-ാമത്തെ ആയത്തിൽ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി എന്ന് കപടവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുകയും അവരുടെ സംസ്കരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനെ വിലക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിച്ചിട്ടുള്ള ആയത്താണ്. ഈ ആയത്തിൽ വലാ തഖും അലാ ഖബ്രിഹി, ഇത്തരം ആളുകളുടെ, അതായത് മുനാഫിഖിന്റെ ഖബറിന്മേൽ നീ നിൽക്കരുത് എന്നാണോ ഇതിന്റെ അർത്ഥം? അപ്പൊ ഖബറിന്റെ മേലെ കയറി നിൽക്കാൻ പാടില്ല, അലാ ഖബ്രിഹി എന്നാണല്ലോ. അപ്പൊ ഖബറിന്റെ മേൽ നിൽക്കരുത്, എന്നാൽ ഇപ്പുറത്ത് നിൽക്കാം. അപ്പൊ മുനാഫിഖിന്റെ ഖബറിന്റെ മേലെ കയറി നിൽക്കാൻ പാടില്ല, അതിന്റെ അരികിൽ നിന്നാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മുസ്ലിയാർ വിശദീകരിക്കേണ്ടതുണ്ട്. അല ചേർത്ത് പറയുമ്പോൾ വിവിധ അർത്ഥങ്ങൾ കാമ എന്ന വാക്കിന് ലഭിക്കുന്നു എന്നത് ഭാഷ അറിയാവുന്ന ആളുകൾക്ക് പരിചയമുള്ള ഒരു വിഷയമാണ്. ഇനി മുസ്ലിയാർക്കും സമസ്തക്കാർക്കും അത്തരം ആളുകൾക്കും ഒക്കെ പരിചയമുള്ള അവരുടെ പള്ളി ദർസുകളിലും കോളേജുകളിലും മതസ്ഥാപനങ്ങളിലും പഠിപ്പിക്കപ്പെടുന്ന പുസ്തകമാണ് തഫ്സീറുൽ ബൈളാവി. അതിന്റെ 3-ാം വാള്യം 163-ൽ അലാ ഖബ്രിഹി എന്നതിന് ബൈളാവി നൽകിയിട്ടുള്ള അർത്ഥം വലാ തഖിഫ് ഇൻദ ഖബ്രിഹി എന്നാണ്. നീ ഖബറിന്റെ മേൽ നിൽക്കരുത് എന്നല്ല, മറിച്ച് നീ ഖബറിന്റെ അടുക്കൽ നിൽക്കരുത് എന്ന് നബിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ലിദ്ദഫ്നി അവിസിയാറ, ആ മയ്യത്തിനെ മറവ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ സിയാറത്ത് നടത്താൻ വേണ്ടിയോ ഖബറിന്റെ അടുത്ത് നീ നിൽക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ അല എന്നതിന് ഇൻദ എന്ന അർത്ഥമാണ് ബൈളാവി നൽകിയിട്ടുള്ളത്. മുസ്ലിയാർ ഉദ്ദേശിച്ചത് എന്തെന്നത് പിന്നീട് വിശദീകരിക്കാം. ഈ പറഞ്ഞ അർത്ഥം തന്നെ തെറ്റാണ് എന്ന് പറയാനാണ് ഈ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അൻ യുബ്ന അലാ ഖുബൂരിൽ മശായിഖി വൽ ഉലമാഇൽ മശ്ഹൂരീൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ശൈഖുമാരുടെയും പണ്ഡിതന്മാരുടെയും ഖബറിന്റെ മേൽ കെട്ടിടം നിർമ്മിക്കാം എന്നല്ല, മറിച്ച് അതിന്റെ അടുത്ത് നിർമ്മിക്കാം എന്നാണ് ഈ വാദം ശരിയാണെങ്കിൽ തന്നെ വരുന്നത്. മേലെ വല്ല കെട്ടവും നിർമ്മിക്കാൻ ഈ വാചകം തെളിവല്ല, മുസ്ലിയാർ പറഞ്ഞത് പ്രകാരം തന്നെ. ഇനി മുൽഹിരിയുടെ വാചകം നമുക്ക് മുസ്ലിയാർ കട്ടതുകൂടി ചേർത്തുകൊണ്ട് വായിച്ചു നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിയാർ വായിച്ച വാചകത്തിന് ശേഷം ലിയസൂറഹും അന്നാസ്, ഖബറിൽ കിടക്കുന്ന ആളെ ആരാധിക്കാനോ മറ്റു വല്ല കാര്യങ്ങൾക്കോ ബഹുമാനിക്കാനോ അല്ല, ജനങ്ങൾക്ക് മരിച്ചു കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ കെട്ടിടം നിർമ്മിക്കാം എന്നാണ്. ഏത്? ഖബറിന്റെ അരികിൽ. തുടർന്നു വരുന്ന വാചകം അതൊന്നുകൂടി വ്യക്തമാക്കുന്നു.
വയസ്തരീഹ അന്നാസു ബിൽ ജുലൂസി ഫിൽ ബിനാഇ അല്ലദീ യകൂനു അലാ ഖബൂരിഹിം മിസ്ല റിബാതാതി വൽ മസാജിദ്. എന്താണ് ഈ കെട്ടിടം? അത് ജാറമാണോ, ഖബറിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടതാണോ, അല്ല അടുത്തുള്ളതാണോ? എന്തിനാണ് നിർമ്മിക്കുന്നത്? ജനങ്ങൾക്ക് മരിച്ചു കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ആ വരുന്ന ആളുകൾക്ക് ഈ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിൽ ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയാണ്. ഏതാണ് ആ കെട്ടിടം? യകൂനു അലാ ഖുബൂരിഹിം, അവരുടെ ഖബറിന്റെ അടുത്ത് ഉള്ള മിസ്ല റിബാതാത്ത് വൽ മസാജിദ്. റിബാത്ത് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം, പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. അതേപോലെ സൂഫികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂഫി ഫക്കീറന്മാർക്ക് താമസിക്കാനുള്ള താമസ സ്ഥലം. ഇതാണ് റിബാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം ലോഡ്ജ് പോലെ, ഹോസ്റ്റൽ പോലെ താമസ സ്ഥലങ്ങളും അല്ലെങ്കിൽ പള്ളികളും ഇതാണ്. അപ്പൊ ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന കെട്ടിടങ്ങളിൽ ഉണ്ടാക്കാം എന്നാണ്. ഈ ആശയം ശരിയാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് കിട്ടുക. അല്ലാതെ ഖബർ കെട്ടിപ്പൊക്കാം എന്നതിന് ഇപ്പറഞ്ഞ വാചകത്തിൽ നിന്ന് ലഭിക്കുകയില്ല. അപ്പൊ മുസ്ലിയാർ ഈ സഖാഫി ചെയ്തിട്ടുള്ളത് തെറ്റായ അർത്ഥം നൽകുകയും മുദ്ഹിരി പറഞ്ഞ വാചകത്തിന്റെ അവസാന ഭാഗം കട്ട് തനിക്കാവശ്യമുള്ളത് മാത്രം വളച്ചൊടിച്ച് വായിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇനി ഇതിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി, അതേ പുസ്തകത്തിൽ തന്നെ അൽ മഫാത്തിഹു ബി ശർഹിൽ മസാബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ മുസന്നം ആയി കണ്ടു എന്ന് സുഫിയാനു തമ്മാർ ഉദ്ധരിക്കുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് മുസന്നം എന്ന് പറഞ്ഞാൽ? അൻ യുജ്അലൽ ഖബ്റു മുസന്നമൻ കമാ ദക്കർന വത്തസ്തീഹു അൻ യുജ്അല മുസത്തഹൻ വഹുവ അൻ യുജ്അല മിസ്ലു സരീരിൻ വമൈലു ശാഫിഈ ഇല തസ്തീഹ്. ഖബർ പരത്തിയതാകണോ അതല്ല മദ്യം അല്പം കുറച്ച് പൊന്തിക്കൊണ്ട് പൂഞ്ഞ പോലെ ആകേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ ഇമാം ഷാഫിയുടെ അഭിപ്രായം അത്തസ്തീഹു, ഖബറിന്റെ മുകൾ ഭാഗം ഉയർത്തരുത്, മറിച്ച് അത് പരന്നതായിരിക്കണം എന്നതാണ്. അപ്പൊ നോക്കൂ, കെട്ടിപ്പൊക്കരുത് എന്നാണ് ഇമാം ഷാഫിയെ പറഞ്ഞതായി മുദ്ഹിരി തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി 1203 നമ്പറായി ഉദ്ധരിച്ച അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയും അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജുൽ അസദിയെ ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖബർ നിരപ്പാക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയോട് നിരപ്പാക്കരുത്. ഭൂമിയോട് നിരപ്പായാൽ അത് ഖബറാണ് എന്ന് മനസ്സിലാവുകയില്ല. മാത്രമല്ല മുസ്ലിങ്ങളുടെ ഖബർ അങ്ങനെ ആകുന്നത് അനുവദനീയവുമല്ല. എന്നാൽ ഭൂമിക്ക് ഒപ്പമാക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് ബലിസുന്നത്തു അൻ തുജഅല ഖുബൂറുൽ മുസ്ലിമീന മുർതഫിഅതൻ മിനൽ അർളി ബിഖദ്രി ശിബ്രിൻ ഇമ്മാ മുസത്തഹൻ വ ഇമ്മാ മുസന്നമൻ വലാ തുർഫഅ അക്തർ മിൻ ശിബ്രിൻ. എന്നാൽ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിക്രമം മുസ്ലിങ്ങളുടെ ഖബറുകൾ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ അളവിൽ മാത്രം ഉയർത്തുക എന്നതാണ്. ആ ഉയർത്തുന്ന ഭാഗം ഒന്നുകിൽ മുകൾ ഭാഗം പരന്നതോ അല്ലെങ്കിൽ മുകൾ ഭാഗം പൂഞ്ഞ പോലെ അല്പം നടുഭാഗം ഉയർന്നതോ ആകാം. രണ്ടായിരുന്നാലും ശരി, ഒരു ചാണിനേക്കാൾ ഉയർത്തരുത്. ഇതാണ് ഇസ്ലാമിന്റെ നടപടിക്രമം, നബിയുടെ സുന്നത്ത് എന്നാണ് മുദ്ഹിരി വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇപ്പറഞ്ഞ മുദ്ഹിരി ഖബർ കെട്ടിപ്പൊക്കി ജാറമുണ്ടാക്കാം എന്ന് അനുവദിച്ചു, അല്ലെങ്കിൽ സലഫുകൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ കഴിയുക? മാത്രവുമല്ല 1204 ഇതിന്റെ തൊട്ടടുത്ത ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഖബർ കുമ്മായമിടുക, അതിന്മേൽ കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ മേൽ വല്ല ബിൽഡിംഗ് നിർമ്മിക്കലാണ്. ഇനി സ്ഥിരമായ ബിൽഡിംഗ് അല്ല, മറിച്ച് ടെന്റ് കെട്ടുകയാണെങ്കിൽ പോലും മൻഹിയുൻ, രണ്ടും വിലക്കപ്പെട്ടതാണ്. സ്ഥിരമായ കെട്ടിടമോ താൽക്കാലികമായ കെട്ടിടമോ ഖബറിന്റെ മുകളിൽ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അത് അതിനടിയിൽ കിടക്കുന്ന ഖബറിലെ മയ്യത്തിന് യാതൊരു ഉപകാരവുമില്ലാത്ത നിലക്ക് സമ്പത്തിനെ പാഴാക്കി കളയാകുന്നു. വലിയ അന്നഹു മിൻ ഫിഅലിൽ ജാഹിലിയ്യ, കാരണം ഇത് ജാഹിലിയത്തിലെ ആളുകളുടെ നടപടിക്രമമാണ്. മുസ്ലിയാർ പറയുന്നത് സലഫുകളുടെ നടപടിക്രമമാണ് എന്നാണ്. പക്ഷേ മുസ്ലിയാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള മുദ്ഹിരി അദ്ദേഹത്തിന്റെ ആശയമായി അവതരിപ്പിക്കുന്നത് ഇത് ഇസ്ലാമിന്റേതല്ല, സലഫുകളുടേതല്ല, ജാഹിലികളുടെ നടപടിക്രമമാണ്. സ്ഥിരമായ കെട്ടിടമോ താൽക്കാലികമായ കെട്ടിടമോ ഒരു ഖൈമ പോലും, ടെന്റ് പോലും ഖബറിന് മുകളിൽ ഉണ്ടാക്കരുത് എന്നാണ് മുദ്ഹിരി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ മുസ്ലിയാരുടെ വാദം തീർത്തും തെറ്റാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് മുദ്ഹിരി പറഞ്ഞതുപോലെ തന്നെ
മിർഖാത്തുൽ മഫാത്തീഹ് എന്ന് പറയുന്ന മിഷ്കാത്തുൽ മസാബിഹിന്റെ ഷർഹിൽ അൽ മുല്ല അലിയുൽ ഖാരി ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ശരിയാണ്, ഇതേ വാചകമാണ് പറഞ്ഞത്. ആ വാചകം കൊണ്ട് മുസ്ലിയാർ ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ സമസ്തക്കാർ ഉദ്ദേശിക്കുന്നതല്ല, ഖബർ കെട്ടിപ്പൊക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചതല്ല മുല്ല അലിയുൽ ഖാരിയും ഉദ്ദേശിച്ചത് എന്ന് മുകളിൽ പറഞ്ഞതുപോലെ ഇവിടെയും മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുള്ള തെളിവ് മുല്ല അലിയുൽ ഖാരിയുടെ അതേ മുസ്ലിയാർ ഉദ്ധരിച്ച മിർഖാത്തിലുള്ള വാചകം തന്നെയാണ്. 3-ാം വാള്യം 1217 പേജിൽ 1697 ഹദീസും മുകളിൽ പറഞ്ഞ അതേ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസും കുമ്മായമിടരുത്, കെട്ടിപ്പൊക്കാൻ പാടില്ല, ഖബറിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസും അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വൻ നഹിയു ഫിൽ ബിനാഇ ലിൽ കറാഹ ഇൻ കാന ഫി മിൽകിഹി, മരിച്ച ആളുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലത്താണ് ഖബർ കെട്ടിപ്പൊക്കുന്നത്, നിർമ്മിക്കുന്നത് എങ്കിൽ, നിർമ്മാണം നടത്തുന്നതെങ്കിൽ അത് കറാഹത്തിന് വേണ്ടിയാണ്. എന്നാൽ പൊതുവായ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള മക്ബറയിലാണ് അങ്ങനെ ഖബറിന്റെ മേലെ കെട്ടിടം നിർമ്മിക്കുന്നതെങ്കിൽ അത് ഹറാമാകുന്നു. വയജിബുൽ ഹദമു വഇൻ കാന മസ്ജിദൻ, നിർമ്മിച്ചത് പള്ളി തന്നെ ആണെങ്കിൽ പോലും അത് പൊളിക്കൽ നിർബന്ധമാകുന്നു. അപ്പൊ നോക്കൂ, മുസ്ലിയാർ കൊണ്ടുവന്ന മുല്ല അലിയുൽ ഖാരി ഖബർ സ്ഥാപിക്കണമെന്നല്ല, അത് സലഫുകളുടെ മാർഗമാണെന്നല്ല, മറിച്ച് പള്ളി തന്നെ ഉണ്ടാക്കിയാലും പൊളിച്ചു മാറ്റൽ നിർബന്ധമാണ് എന്ന് പറയുന്നു. ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് മുസ്ലിയാർ ഒരു വാചകത്തിന്റെ കഷ്ണം അവസാനത്തെ ഭാഗം മുറിച്ചുമാറ്റി തെറ്റായ അർത്ഥം നൽകി ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ താഴെ പറയുന്നു സുമ്മ ഖാല തൂർബിസ്തി. തൂർബിസ്തി എന്ന് പറയുന്നത് ഹനഫി പണ്ഡിതനാണ്. മുസ്ലിയാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അപ്പന്തിനാണ് ഹനഫി മദ്ഹബിന്റേത് പറയുന്നത്, ഞങ്ങൾ ഷാഫികളല്ലേ എന്ന് ചോദിക്കാം. മുസ്ലിയാർ കൊണ്ടുവന്ന സെയ്ദാനി ഷാഫി പണ്ഡിതനല്ല, ഹനഫി പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ധരിച്ച ഹനഫി പണ്ഡിതന് ഹനഫി പണ്ഡിതന്റെ തന്നെ മറുപടി പറയാം. തൂർബിസ്തി പറയുന്നതായി മുല്ല അലിയുൽ ഖാരി ഉദ്ധരിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരൻ അബ്ദുറഹ്മാന്റെ ഖബറിന്റെ മീതെ ഒരു ഫുസ്താത്ത് പന്തൽ നിർമ്മിക്കപ്പെട്ടതായി, അല്ലെങ്കിൽ ഒരു എടുപ്പ് നിർമ്മിക്കപ്പെട്ടതായി കണ്ടു. അപ്പോൾ സഹോദരൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻസഅഹു യാ ഗുലാം ഫഇന്നമാ യുദില്ലുഹു അമലുഹു. അപ്പൊ ഖബറിന്റെ മേലെ ഫുസ്താത്ത് ഉണ്ടാക്കിയത് എന്തിനാണ്? പന്തൽ കെട്ടിയത് ഖബറിന് തണല് കൊള്ളാനാണ്. അപ്പൊ അബ്ദുല്ലാഹി ഉമർ പറഞ്ഞത് എന്താ? ഇത് സലഫുകളുടെ മാർഗമാണ് എന്നല്ല, മറിച്ച് കുട്ടി ഈ പന്തൽ പൊളിച്ചു മാറ്റുക. ഖബറിൽ കിടക്കുന്ന എന്റെ സഹോദരന് ഇങ്ങനെ ഒരു പന്തലിന്റെ ആവശ്യമല്ല. വഇന്നമാ യുദില്ലുഹു അമലുഹു, എന്റെ സഹോദരൻ ചെയ്ത അമലുകൾ അവന് തണലേകും, അതുകൊണ്ട് തന്നെ തണല് കിട്ടാൻ ഒരു പന്തലിന്റെ ആവശ്യമില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തൂർബിസ്തി ഉദ്ധരിച്ചതിനെ മുല്ല അലിയുൽ ഖാരി എടുത്തുദ്ധരിക്കുന്നു. എന്നിട്ടോ അവിടെ ഈ വാചകം പറഞ്ഞിടത്തും അവസാനമായി പറഞ്ഞത് കാണാം, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടിയും അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുമാണ് അതിന്റെ അടുത്ത് കെട്ടിടം നിർമ്മിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ ഖബറിന്റെ മുകളിൽ കെട്ടിപ്പൊക്കി ജാരമുണ്ടാക്കുന്നത് പാടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും, മരിച്ചു കിടക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു പന്തലിന്റെ പോലും ആവശ്യമില്ല, അയാളുടെ അമലാണ് അയാൾക്ക് തണൽ നൽകുക, അത് മാത്രമേ തണൽ നൽകുകയുള്ളൂ, എന്ത് കെട്ടിടമുണ്ടാക്കിയാലും ശരി അത് പാടില്ലാത്തതാണ് എന്ന് മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുല്ല അലിയുൽ ഖാരിയുടെ മിർഖാത്തുൽ മഫാത്തിഹിൽ തന്നെ 2-ാം വാള്യം 600-ാമത്തെ പേജിൽ ത്വീബി പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുന്നേ ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു അല്ലാഹു, എന്തുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ കെട്ടിപ്പൊക്കി എന്ന് നബി പറയാൻ കാരണം എന്താണ്? ഇമാം ത്വീബി പറഞ്ഞത് മുല്ല അലിയുൽ ഖാരി ഉദ്ധരിക്കുകയാണ്. കഅന്നഹു അലൈഹിസ്സലാം അറഫ അന്നഹു മുർതഹിലുൻ വഖാഫ മിനൻ നാസി അൻ യുഅല്ലിമു ഖബ്റഹു കമാ ഫഅലൽ യഹൂദു വന്നസ്വാറ ഫഅറള ബിലൈനിഹിം കൈലാ യഅമലു മഅഹു ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി, ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോകുന്നു. ജനങ്ങൾ എന്റെ ഖബറിനെ, നബിയുടെ ഖബറിനെ ജൂത ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തുവോ അതേപോലെ എന്റെ ഖബറിനെ ബഹുമാനിക്കുമോ എന്ന് ജനങ്ങളെക്കുറിച്ച് നബി ഭയപ്പെട്ടു. അപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ ഖബർ ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ആക്കി തീർക്കുമോ, അതിനെ മഹത്വവൽക്കരിക്കുമോ എന്ന് പേടിച്ചു. നബിയുടെ ഖബറിനോട് ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ നബിയുടെ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ അള്ളാഹു ശപിച്ചതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്.
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ജൂതന്മാർ ചെയ്തത് ശിർക്കാണെന്നും നിങ്ങൾ ചെയ്താൽ ശിർക്കാവുകയില്ല എന്നുമല്ല, ജൂതന്മാർ ചെയ്തത് തെറ്റായ നടപടിക്രമമാണ്. അതുകൊണ്ട് എന്റെ ഖബറിനെ നിങ്ങൾ എന്താക്കരുത്, കെട്ടിപ്പൊക്കരുത്, അവർ ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ചെയ്യരുത് എന്ന് വിലക്കുകയാണ്. വദാലിക ഹുവ ശിർക്കുൽ ജലിയു. അങ്ങനെ ഒരാൾ ഖബർ കെട്ടിപ്പൊക്കി അതിനെ പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്താൽ യസ്ജുദൂന ലിഖുബൂരി അംബിയാഇഹിം തഅളീമൻ ലഹും, ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന പ്രവാചകന്മാരുടെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. വദാലിക ഹുവ ശിർക്കുൽ ജലിയു. അത് പച്ചയായ വ്യക്തമായ ശിർക്കാണ്. സുന്നത്തിന്റെ നിലപാടെന്നല്ല, സലഫുകളുടെ നിലപാടെന്നല്ല. നബി എന്താ പഠിപ്പിക്കുന്നത്? ഇത് പച്ചയായ ശിർക്കാണ്. അപ്പൊ ഖബർ കിടക്കുന്ന ആൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്താൽ അത് പച്ചയായ ശിർക്കാണ്. അപ്പൊ സമസ്തക്കാരൻ പറയും, ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടി നമസ്കരിക്കുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്യുന്നില്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഖബറിന്റെ അടുക്കൽ വെച്ച് സുജൂദ് ചെയ്യുന്നത്, അള്ളാഹുവിനാണ്, മരിച്ച ആൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ചെയ്താൽ ശരിയാവോ? ഇല്ല. ഇവിടെ എന്താണ് മിർഖാത്തിൽ വിശദീകരിക്കുന്നത്? വഇമ്മാലി അന്നഹും കാനൂ യത്തഖിദൂന സ്വലാത്ത ലില്ലാഹി തആല ഫീ മദാഫിനിൽ അംബിയാ والسجود على مقابرهم والتوجه إلى قبورهم حالة الصلاة نظرا منهم بذلك إلى عبادة الله والمبالغة في تعظيم الأنبياء وذلك هو الشرك الخفي. ഒന്നുകിൽ ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കുക, അല്ലെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുകയോ ചെയ്യുക, അത് കൊടിയ ശിർക്ക്. എന്നാൽ ഒരുപക്ഷെ അവർ നമസ്കരിക്കുന്നതിൽ ഇല്ലാഹി, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, അമ്പിയാക്കന്മാർ മറവ് ചെയ്യപ്പെട്ടിടത്ത് അവരുടെ ഖബറുകളിൽ സുജൂദ് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അവരുടെ ഖബറിലേക്ക് അവർ തിരിയുന്നു നമസ്കരിക്കുന്ന സമയത്ത്. എന്തിനാണ് അവിടെ വെച്ച് നമസ്കരിക്കുന്നത്? മരിച്ച ആളുകൾക്ക് വേണ്ടിയല്ല, നബിമാർക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. പക്ഷേ ഈ പണി ഇവിടെ ചെയ്യുന്നത് നളറം മിൻഹും ബിദാലിക ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിലേക്കുള്ള ഒരു ചിന്ത എന്ന കാരണത്താലാണ്. അവിടെ മരിച്ചു കിടക്കുന്ന അമ്പിയാക്കന്മാരുടെ ബഹുമാനിക്കുക എന്നതിലുള്ള മുബാലഗത്ത്, അതിശയോക്തിക്കും അതിരുകവിയലിനും വേണ്ടിയാണ്. വദാലിക ഹുവ ശിർക്കുൽ ഖഫിയ്യു. ഇത് കൊടിയ ശിർക്കല്ല, കാരണം അവിടെ ഇബാദത്ത് അള്ളാഹുവിനാണ്. പക്ഷേ ഖബറിലെ ആളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഖബറിനടുക്കൽ വെച്ച് അള്ളാഹ് നമസ്കരിക്കുന്നത്. എന്നാൽ അതും ശരിയല്ല, അത് ഖഫിയായ മറഞ്ഞ ശിർക്കാണ്. കാരണം അതിൽ തളമ്മുനിഹി മാ യർജിഉ ഇലാ തഅലീമി മഖ്ലൂഖിൻ ഫീമാ ലം യുഅ്ദൻ ലഹു, അനുവാദം നൽകപ്പെട്ടിട്ടില്ലാത്ത നിലക്ക് സൃഷ്ടിയെ ബഹുമാനിക്കുക എന്നതിലേക്കാകുന്നു ഈ പ്രവൃത്തി മടങ്ങുന്നത്. അപ്പൊ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും മരിച്ച ആളുടെ നബിമാരുടെ പോലും ഖബറിനടുക്കൽ വെച്ച് അവരെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹുവിനെ നമസ്കരിക്കുക എന്നതുപോലും ശിർക്കാണ് എന്നതാണ് മുല്ല അലിയുൽ ഖാരി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യങ്ങൾ വിലക്കി. എന്തുകൊണ്ട്? ജൂതന്മാരുടെ സുന്നത്തിനോട് യോജിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെ ശിർക്ക് ഖഫി, ഗോപ്യമായ ശിർക്ക്, അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഖബറാളിയെ ആ നിലക്ക് ബഹുമാനിക്കുക എന്ന ഖഫിയായ ശിർക്ക് ഉൾക്കൊള്ളുന്നതിനാൽ കദാ ഖാലഹു ബഅദു ശുറാഹി മിൻ അഇമ്മത്തിനാ, നമ്മുടെ ഇമാമുമാരിൽപ്പെട്ട ചില ശർഹ് നടത്തിയ ആളുകൾ ഇങ്ങനെ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം? വളരെ വ്യക്തമായി. ഇവിടെ നിർമ്മിക്കാമെന്നല്ല, പാടില്ല എന്നാണ് മുല്ല അലിയുൽ ഖാരി ത്വീബിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി മിർഖാത്തുൽ മസാബിഹിൽ തന്നെ 2-ാം വാള്യം 601-ാമത്തെ പേജിൽ ഖാളി ഇയാളിനെ ഉദ്ധരിച്ചുകൊണ്ട് മുല്ല അലിയുൽ ഖാരി പറയുന്നു, കാനത്തിൽ യഹൂദു വന്നസ്വാറ യസ്ജുദൂന ലിഖുബൂരി അംബിയാഇഹിം വയജഅലൂനഹാ ഖിബ്ലതൻ വയതവജ്ജഹൂന ഫി സ്വലാത്തി നഹ്വഹാ ഫഖദ് ഇത്തഖദൂഹാ ഔസാനൻ ഫലിദാലിക ലഅനഹും വമനഅൽ മുസ്ലിമീന അൻ മിത്ലി ദാലിക. ജൂത ക്രിസ്ത്യാനികൾ പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു, ഖബറിനെ ഖിബ്ലയാക്കാറുണ്ടായിരുന്നു, നമസ്കാരത്തിൽ ഖബറിന് നേരെ തിരിയാറുണ്ടായിരുന്നു. അങ്ങനെ ഇത്തഖദൂഹാ ഔസാനൻ, ഖബറുകളെ അവർ ആരാധിക്കപ്പെടുന്ന വസൻ, വിഗ്രഹങ്ങളായി സ്വീകരിച്ചു. അതിനാൽ അള്ളാഹുവും പ്രവാചകനും അവരെ ശപിച്ചു. നബി എന്തിനാണ് ഇക്കാര്യം പറഞ്ഞത്? മുസ്ലിങ്ങൾ അതുപോലെ ആകുന്നതിൽ നിന്ന് തടയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിയിക്കുന്നതിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോ വളരെ വ്യക്തമായി ഇത് സലഫുകളുടെ മാർഗമല്ല, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമാണ്. ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കുകയോ അവിടെ വെച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയോ ഇനി ഖബറിലുള്ള ആൾക്ക് വേണ്ടി നമസ്കരിക്കുകയോ രണ്ടും പാടില്ല. രണ്ടായിരുന്നാലും ശിർക്കാണ്. ഒന്ന് ഖഫിയാണ്, മറ്റത് ജലിയാണ്. ഒന്ന് വ്യക്തമായ ശിർക്കാണ്, മറ്റത് മറഞ്ഞ ശിർക്കാണ്. രണ്ടും പാടില്ലാത്തതാണ് എന്ന് വളരെ കൃത്യമായി മുസ്ലിയാർ കൊണ്ടുവന്ന മുല്ല അലിയുൽ ഖാരി അതേ പുസ്തകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞതാണ് നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിയാരുടെ 3-ാമത്തെ വാദം ഇബ്നു തുർക്കുമാനി, ഹിജ്റ 750-ൽ മരണപ്പെട്ട ഇബ്നു തുർക്കുമാനി അൽ ജൗഹറുൻ നഖി എന്ന് പറയുന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹു
അബുൽ ഹയ്യാജിനോടും ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും നീ തട്ടി നിരത്താതെ വിട്ടേക്കരുത്, ഒരു ബിംബത്തെയും പ്രതിഷ്ഠയെയും നീ ഉടക്കാതെ നശിപ്പിക്കാതെ വിട്ടേക്കരുത് എന്ന് പറഞ്ഞിടത്ത് അത് മുശ്രിക്കുകളുടെ ഖബറിനെ കുറിച്ചാണ്. യഅനി അൽ മുറാദു ഖുബൂറുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഖബറാണ് തച്ചു പൊളിക്കണമെന്ന് പറഞ്ഞത്, മുസ്ലിങ്ങളുടെ ഖബറല്ല എന്നാണ് മുസ്ലിയാർ പറയുന്നത്. അപ്പോ കാഫിറിന്റെ ഖബർ കെട്ടിപ്പൊക്കിയാൽ ശിർക്കും, മുസ്ലിമിന്റെ ഖബർ കെട്ടിപ്പൊക്കി ആ ഖബറുള്ള ആളോട് പ്രാർത്ഥിച്ചാൽ അത് തൗഹീദുമാകുന്നത് എങ്ങനെയാണ് മുസ്ലിയാരെ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ന് നിലവിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിക്കാനാണ് പറഞ്ഞത് എന്ന് വന്നാൽ തന്നെ അത് മാത്രമേ പൊളിക്കാവൂ, മുസ്ലിങ്ങളുടെ ഖബർ കെട്ടിപ്പൊക്കാം എന്ന് എങ്ങനെയാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക? ഒരിക്കലും അത് കിട്ടുകയില്ല. ഏതുപോലെ ജൂത ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്തു എന്ന് നബി പറഞ്ഞത് അവർ ചെയ്തത് ശിർക്കാണ്, നിങ്ങൾ കെട്ടിപ്പൊക്കിക്കോളൂ എന്ന് പറയാനാണോ? അല്ല എന്ന് മുകളിൽ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് മുദ്ഹിരിയുടെയും അതുപോലെ തന്നെ മുല്ല അലിയുൽ ഖാരിയുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ അവരെ കുറിച്ച് നബി പറഞ്ഞത് അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല എന്ന് നിലക്കാൻ. അപ്പൊ മുസ്ലിയാർ പറഞ്ഞതുപോലെ ജാഹിലിയത്തിലെ ഖബറുകൾ ഉയർത്തിയതിനെ പൊളിക്കാനാണ് നബി കൽപ്പിച്ചതെന്നത് അത് അവരിൽ മാത്രം ബാധകമല്ല, മറിച്ച് അവരെ പോലെ മുസ്ലിങ്ങൾ ആകാതിരിക്കാൻ വേണ്ടിയാകുന്നു. വാദത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് സമ്മതിക്കാം. എന്നാൽ ഇവിടെ ഖുബൂറുൽ മുശ്രിക്കീൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറയുന്നത് ഖബറൻ മുശ്രിഫൻ, അവിടെ ഖബറൻ മുശ്രിഫൻ നക്കിറയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ഒരു നഫി വരികയും നഫീന് ശേഷം നക്കിറയായ ഒരു ഇസ്മ വരികയും ചെയ്താൽ അത് ആമായ പ്രയോഗമാണ്. ഒരു ഖബറിനെയും എന്നാൽ അവിടെ മുശ്രിക്കിന്റെതെന്നോ മുസ്ലിമിന്റെതെന്നോ ജൂതന്റെതെന്നോ ക്രിസ്ത്യാനിയുടേതെന്നോ മതമുള്ളവന്റെതെന്നോ ഇല്ലാത്തവന്റേതെന്നോ ഒരു കണക്കില്ല. ഏത് ഖബറാകട്ടെ ഒരു ഖബറും ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ഇത് ഭാഷ അറിയുന്ന ആർക്കും ഇത് മനസ്സിലാവും. അപ്പൊ ഭാഷാപരമായി ഈ പ്രയോഗം അനുസരിച്ച് ഏത് ഖബറും തട്ടി നിരത്തണം എന്നാണ് വരിക. ഇനിയോ ഈ പറയുന്ന മുസ്ലിയാർ കൊണ്ടുവന്ന തുർക്കുമാനി തന്നെ പറയുന്നത് മുസ്ലിയാരുടെ വാദത്തിനെതിരാണ്. ജൗഹറുൻ നഖി എന്ന് പറയുന്ന അതേ പുസ്തകത്തിന്റെ 2ാം വാള്യം 4ാമത്തെ പേജിൽ മുസ്ലിയാർ ഉദ്ധരിച്ച അതേ പേജിൽ തന്നെ കാണാൻ സാധിക്കും, വകാനു യജ്അലൂന അലൈഹിൽ അൻസാബ വൽ അബ്നിയത ഫഅറാദ അലൈഹിസ്സലാം ഇസാലത ആഥാരി ശിർക്ക്. ഇവിടെ എന്തിനാണ് നബിക്കാര്യം പറഞ്ഞത്? നബി പറഞ്ഞത് മുസ്ലിയാർ പറഞ്ഞതുപോലെ മുശ്രിക്കുകളുടെ ഖബറാണ് എന്ന് വിചാരിക്കുക അന്ന് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അത് നബി പറയാൻ കാരണം ഈ ആളുകൾ ആര്? പൂർവികന്മാരായ ആളുകൾ, അതായത് ജൂത ക്രിസ്ത്യാനികൾ ഖബറിനു മീതെ പ്രതിഷ്ഠകൾ വെക്കുകയും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു ശിർക്കിന്റെ ഇത്തരം അഥറുകളെ ഇല്ലാതാക്കണമെന്ന്. അപ്പൊ അത് നശിപ്പിക്കാൻ നബി ഉദ്ദേശിച്ചു. അപ്പൊ പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് ചെയ്യാമെന്നാണോ? അല്ല, പാടില്ല, അതിന്റെ അഥർ പോലും ബാക്കിയുണ്ടാകാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. ഇനിയോ അതേ പുസ്തകം തുർക്കുമാനി, ഇബ്നു തുർക്കുമാനിയുടെ അൽ ജൗഹറുൻ നഖി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3ാം വാള്യം 4ാമത്തെ പേജിൽ നമുക്ക് കാണാം, സമഖ്ശരിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഖബർ പരത്തുക അല്ലെങ്കിൽ ഉരുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സമഖ്ശരിയുടെ വാക്കുദ്ധരിച്ചതിന് ശേഷം ഇബ്നു തുർക്കുമാനി അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പറയുകയാണ്, ഫഅല ഹാദാ ഖൗലുഹു മബ്തൂഹ മഅനാഹു ലൈസത് ബിമുശ്രിഫത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മബ്തൂഹത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയുടെ ഖബർ ഉയർത്തപ്പെട്ടതായിരുന്നില്ല എന്നാണ്. വഖൗലുഹു ലാ മുശ്രിഫത്തുൻ വലാ ലാത്തിയത്തുൻ, പൊന്തിയതോ താഴ്ന്നതോ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ യദുല്ലു അലാ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ മുശ്രിഫ വലാ ലാത്തിയ എന്ന വാക്ക് സൂചിപ്പിക്കുന്നതും അതേ അർത്ഥം തന്നെയാണ്. വകദാ ഹദീഥു അലിയിൻ എന്നിട്ട് പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ലാ തത്രുക ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും നിരപ്പാക്കാതെ നീ വിടരുത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞതിന്റെ ആശയം എന്താണ്? ജൂതന്മാരുടേത് പൊളിച്ചാൽ മതി, മുസ്ലിങ്ങൾ തങ്ങളെ കടന്നോട്ടേന്നല്ല. ഐ സവൈതഹു ബിൽ ഖുബൂരിൽ മുഅ്താദ. കണ്ടോ, സാധാരണയുള്ള ഖബറിനോട് അതിനെ നീ സമമാക്കണം എന്നാണ്. അപ്പൊ സാധാരണ നിയമം എന്താ? ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രം പൊങ്ങി പറ്റത്തായെന്ന നിലക്കല്ലാതെ ഖബർ ഖബറാണെന്ന് തിരിച്ചറിയുന്ന നിലക്ക് അതിനെ നിലനിർത്തണം. ആ നിലക്ക് ഏത് ഖബറിനെയും നീ നിരപ്പാക്കണം എന്നാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖബർ ഉയർത്താനോ താഴ്ത്താനോ പാടില്ല, ഒരു ചാൺ ഉയരത്തിൽ നിൽക്കണം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ നിയമം എന്നതാണ്. ഇനി മുസ്ലിയാരോട് പറയാനുള്ളത്, ഇമാം നവവി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശർഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇമാം നവവിയെ മുൻപ് പറഞ്ഞ പണ്ഡിതന്മാരെ നിഷേധിക്കാൻ കഴിയാത്തതുപോലെ തന്നെ മുസ്ലിയാർക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. നവവി പറയാൻ, യഅ്മുറു ബി തസ്വിയതിഹ,
ഖബർ നിരപ്പാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച വാക്ക് മറ്റു ചില റിപ്പോർട്ടുകളിൽ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു എന്നും കാണാൻ സാധിക്കും. ഒരു ഖബറിനെയും നിരപ്പാക്കാതെ നീ വിട്ടേക്കരുത് എന്ന് പറഞ്ഞാൽ ഫീഹി ഈ ഹദീസിലുണ്ട് അന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറൻ. എന്താണ് അസ്സുന്ന? ഇസ്ലാമിന്റെ നടപടിക്രമം എന്താണ്? നബിയുടെ സുന്നത്ത് എന്താണ്? ഖബർ ഭൂമിയിൽ നിന്ന് കൂടുതൽ ഉയർത്താൻ പാടില്ല എന്നതാകുന്നു. വലാ യുസന്നം, അത് പൂഞ്ഞ പോലെ നടുഭാഗം പൊന്തിയ നിലക്ക് ഉരുട്ടാനും പാടില്ല. ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ, മറിച്ച് ഒരു ചാൺ മാത്രം അത് ഉയർത്തപ്പെടേണ്ടതാണ്. വയുസത്തഹ്, അതിന്റെ മുകൾ ഭാഗം പരത്തുകയും ചെയ്യണം. വഹാദ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇതാകുന്നു ഇമാം ഷാഫിഈയുടെ മദ്ഹബ്, ഇമാം ഷാഫിഈയുടെ നിലപാട് സ്വീകരിച്ച ആളുകളുടെയും മദ്ഹബ്. ഇനി മുസ്ലിയാരെ നിങ്ങൾ പറയൂ, സമസ്തക്കാരെ പറയൂ, ഖുബൂരികളെ പറയൂ, ബറേൽവികളെ പറയൂ, ജാറ വ്യവസായം നടത്തുന്നവരെ പറയൂ, ഇമാം ഷാഫിയുടെയും ഇമാം ഷാഫിയുടെ പിന്തുണക്കുന്ന ആളുകളുടെയും നിലപാടാണോ നിങ്ങളുടേത്? എത്രത്തോളം പറഞ്ഞു? ഖബർ ഒരു ചാണിലധികം ഉയർത്തരുത്. നിങ്ങളുടെ ഖബറുകളൊക്കെ ജാറങ്ങൾ ഒരു ചാൺ മാത്രം ഉയർന്നവയാണോ? അതിന്റെ മുകൾ ഭാഗം പരന്നതായിരിക്കണം, അതാണ് ഇമാം ഷാഫിയുടെ നിലപാടെന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു ജാറത്തിലെ ഖബറിന്റെ മുകൾ ഭാഗം പരന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അതൊക്കെ മുസന്നമാണ്. അതായത് മുകൾ ഭാഗം ഉരുണ്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ. ആ ജാറം കാണുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് മുസന്നം, മുകൾ ഭാഗം ഉരുണ്ട് കിടക്കുന്നത്. അപ്പൊ എല്ലാ ജാറങ്ങളും ഇങ്ങനെയാണ്. ഈ കുറത്തങ്ങളെന്നോ കൂറത്തങ്ങളെന്നോ പല നേരിൽ നിങ്ങൾ തന്നെ പറയുന്ന ആ വ്യക്തിയുടെ ഖബറും മുസന്നമാണ്. ഇമാം ഷാഫി പറയുന്നതിന്റെ നിലപാടല്ല. അപ്പൊ ബറേൽവികളുടെയും ഖുബൂരികളുടെയും സമസ്തക്കാരുടെയും നിലപാട് വേറെയാണ്. നിങ്ങൾക്ക് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ല, അഹ്ലുസുന്നത്തുമായി ബന്ധമില്ല. നിങ്ങൾക്ക് ഷിയാക്കളുടെ ജാറ വ്യവസായവുമായിട്ടാകുന്നു ബന്ധം. അപ്പോ ഇമാം ഷാഫിയുടെ നിലപാടായി ഇമാം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയുടെ ഈ നിലപാടിന് ഘടകവിരുദ്ധമാകുന്നു നിങ്ങളുടെ നിലപാട്. അപ്പോ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് സലഫുകളുടെ പേരിൽ നിങ്ങൾ കളവായി പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ പറയാവുന്ന നാലാമത്തെ മറുപടി മുസ്ലിയാർ പറഞ്ഞല്ലോ, ഖബറൻ മുശ്രിഫൻ എന്ന് പറഞ്ഞാൽ അവിടെ മുശ്രിക്കുകളുടെ ഖബർ പൊളിക്കണം എന്നാണ് അലി റളിയല്ലാഹു അൻഹു നബി പറഞ്ഞത്. അത് മുശ്രിക്കുകളുടെ ഖബറാണ്. എന്നാൽ നോക്കൂ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ ഇത് മുസ്ലിങ്ങളുടെ ഖബറാണ് ഉദ്ദേശിച്ചത് എന്ന് ഇമാം അബ്ദുർ റസാഖ് അസ്സൻആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ 6487 നമ്പറായ ഹദീസിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാം. അബൂ വായിലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. എന്നിട്ട് ഒരു ഖബറിനെയും ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും അതിനെ നിരപ്പാക്കാതെ നീ വിടരുത് എന്ന് പറഞ്ഞാൽ മുശ്രിക്കിന്റെ ഖബർ എന്നല്ല, യഅനി ഖുബൂറൽ മുസ്ലിമീന, അവിടെ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ ഖബറാണ്. അപ്പൊ നോക്കൂ, പിൽക്കാലത്ത് വന്ന ഏതോ ഒരു പണ്ഡിതൻ അത് മുശ്രിക്കുകളുടെ ഖബറാണ് എന്ന് പറഞ്ഞതിനെയാണോ, അതല്ല ഹദീസിൽ തന്നെ അതിന്റെ റിപ്പോർട്ടർമാർ വിശദീകരിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ ഖബറാണ് ഉദ്ദേശിച്ചത് എന്ന ഹദീസിനെയാണോ സ്വീകരിക്കേണ്ടത്? 7-8 നൂറ്റാണ്ട് ഇപ്പുറം വന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞ വാക്കിനെയാണോ സ്വീകരിക്കേണ്ടത്? ഏതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ഏതാണ് അസ്സലഫ്? മുസ്ലിയാർ ഈ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനി അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെ അഹമ്മദ് റിഫായിയെ നിങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഈ അഹമ്മദ് റിഫായിയെ കുറിച്ച് അദ്ദേഹത്തെ ജനിച്ച നാട്, ആ പ്രദേശത്തിന് അള്ളാഹു ഒരുപാട് ബറക്കത്ത് നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വല്ല ആവശ്യവും ഭൂമിയുടെ കിഴക്കോ പടിഞ്ഞാറോ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്ക് വല്ല ആവശ്യങ്ങളുമുണ്ടെങ്കിൽ റിഫായുടെ ജന്മനാട്ടിൽ വന്നാൽ മതിയെന്നും അള്ളാഹു അതിന് ഖാസിയത്തുൻ തുഖർരിബുൽ ഖലായിഖ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സൃഷ്ടികളെ അടുപ്പിക്കുന്ന ഒരു സവിശേഷമായ ഗുണം റിഫായുടെ ജന്മസ്ഥലത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുമൊക്കെ നിങ്ങൾ എഴുതി വച്ച പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. വഹാബികളുടെ കണ്ടകോടാലിയായി നിങ്ങൾ പറയാറുള്ള അസ്സയ്യാദി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ റിഫായിയെ നിങ്ങൾ ആരാധിക്കുന്നു, റിഫായിയെ നിങ്ങൾ അള്ളാഹുവിനേക്കാൾ വലിയ ആളാക്കി കൊണ്ടുവച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ജാറം കെട്ടുന്നു. എന്നാൽ ഇമാം റിഫായി പറഞ്ഞതായി നിങ്ങളുടെ തന്നെ പല പുസ്തകങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാം. യാ സാദ ലാ തജ്അലൂ റുവാഖി ഹറമൻ, അല്ലയോ നേതാക്കന്മാരെ, നിങ്ങൾ എന്റെ വാസസ്ഥലത്തെ ഹറമാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഹറമ് പോലെ എന്റെ ഖബറാണ് എന്ന് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞു. അത് മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ വാസസ്ഥലത്തെ നിങ്ങൾ ഹറമാക്കരുത്, ഇതൊരു പവിത്രത സ്ഥലമല്ല.
വലാ ഖബ്രി ബഅദ മൗതി സനമൻ, ഇനി ഞാൻ മരിച്ചുപോയാൽ എന്റെ ഖബറിനെ, അപ്പൊ ഞാൻ ജനിച്ച സ്ഥലത്തിന് പ്രത്യേകതല്ല, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനെ നിങ്ങൾ സ്വനമാക്കരുത്, ഒരു പ്രതിഷ്ഠയാക്കരുത്. മറിച്ച് അലൈക്കും ബിഹി സുബ്ഹാന ലാ യദുറു വയൻഫഉ വയസ്ലു വയഖ്തഉ വയുഫർരിഖു വയജ്മഉ വയൂതി വയംന ഇല്ലാ ഹുവ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ മുറുകെ പിടിക്കുക. ഉപകാരമോ ഉപദ്രവമോ ചേർക്കലോ മുറിക്കലോ വേർപിരിക്കലോ ചേർത്തലോ നൽകലോ തടയലോ ഒന്നും തന്നെ ചെയ്യുകയില്ല ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട, എന്റെ ഖബറിനെ വിഗ്രഹമാക്കണ്ട, എന്റെ താമസ സ്ഥലത്തെ ഹറമാക്കണ്ട എന്ന് റിഫായി പറഞ്ഞിട്ടുണ്ട് എന്ന് അൽ ബുർഹാനുൽ മുഅയ്യിദിന്റെ 52-ാമത്തെ പേജിലും ഹുക്മുർ റിഫായി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 12-ാമത്തെ പേജിലും അൽ കുല്ലിയാത്തുൽ അഹ്മദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 115-ാമത്തെ പേജിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ റിഫായി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ പറയുന്ന വഹാബികളുടെ കണ്ടകോടാലിയായ ഈ അടുത്ത് മരണപ്പെട്ടു ആധുനികനായ അസ്സയ്യാദി, അബുൽ ഹുദ അസ്സയ്യാദി എന്ന് നിങ്ങൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പണ്ഡിതന്റെ അദ്ദേഹം തന്നെ സ്വരൂപിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഈ വാചകങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് അഹ്ലുസുന്നത്തുമായി എന്ത് ബന്ധമാണുള്ളത്? ഇനി പോകട്ടെ, നിങ്ങൾക്ക് ഒട്ടും നിഷേധിക്കാൻ കഴിയാത്ത പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 1-ാം വാള്യം 246-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഹംബലി മദ്ഹബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഖബറിന്റെ അടുക്കൽ വെച്ച് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഐനുൽ മുഹാദത്തി ലില്ലാഹി വറസൂലിഹി, നോക്കണം, അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്, പക്ഷേ ബറക്കത്തിന് വേണ്ടി ഖബറിന്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കുന്നു. നിങ്ങളത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അനഹബി മദ്ഹബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്സവാജിറിൽ ഇബ്നു ഹജർ ഹൈതമി ഉദ്ധരിക്കുന്നത്. അത് ഐനുൽ മുഹാദത്തി ലില്ലാഹി വറസൂലിഹി, ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും തീർത്തും എതിരായ ശത്രുതാപരമായ വിപരീതമായ ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കലാണ്. വൈബ്ദാഉ ദീനിൻ ലം യഅ്ദൻ ബിഹില്ലാഹു, അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത പുതിയൊരു മതമുണ്ടാക്കലാണ്. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്ന ഹൈതമി പറയുന്നത് നിങ്ങളുടെ നിലപാട് ഇസ്ലാമല്ല, അത് വേറെ ഒരു മതമാണ്. ഇസ്ലാം അല്ലാത്തൊരു മതത്തെയാണ് മുസ്ലിയാരും പാർട്ടിയും സമസ്തക്കാരും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട്? ലിന്നഹി അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും അത് വിലക്കിയിട്ടുള്ളതിനാൽ. തുമ്മ ഇജ്മാഅൻ, അതിന് പുറമെ ഇജ്മാഅ് കൂടിയുണ്ട്. ഫഇന്ന അഅലമൽ മുഹറമാതി വഅസ്ബാബി ശിർക്കി, ഏറ്റവും കടുത്ത ഹറാമുകളിൽപ്പെട്ടതും ശിർക്കിന്റെ വഴികളിൽപ്പെട്ടതുമാകുന്നു അസ്സലാത്തു ഇൻദഹാ, ഖബറിന്റെ അടുക്ക് വെച്ച് നമസ്കരിക്കുക എന്ന് പറയുന്നത്. വത്തിഹാദുഹാ മസാജിദ, ഖബറുകളെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കുക എന്ന് പറയുന്നത്. ഔ ബിനാഉഹാ അലൈഹാ, ഖബറിന്റെ മീതെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത്. നോക്കൂ മുസ്ലിയാരെ, നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ആളുകളും ചെയ്യുന്നത് ഖബർ കെട്ടിപ്പൊക്കുന്നു, അവിടെ ജാറങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ ചിലപ്പം പള്ളിയാക്കുന്നു, അല്ലെങ്കിൽ പള്ളിയെ പോലെ ആരാധിക്കപ്പെടുന്ന സ്ഥലമാക്കുന്നു, അവിടെ സുജൂദ് ചെയ്യുന്നു, നേർച്ച നടത്തുന്നു, തിരി കത്തിക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ കടുത്ത ഹറാമും ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട വഴികളിൽപ്പെട്ട കാരണവുമാണ് എന്ന് പറയുന്നത് വഹാബിയല്ല. നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എന്ന് നിങ്ങൾ പറയാനുള്ള ആ തങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടാവുക? മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇത് സഹാബികളുടെ താബികളുടെ തബഅത്താബികളുടെ നിലപാടാണ് എന്ന്. ഇത് പച്ചക്കള്ളം. ഏറ്റവും ശ്രേഷ്ഠമായ തലമുറയെ 3 തലമുറയെ കുറിച്ച് നിങ്ങൾ പറയുന്ന ആരോപണമാണ്. ഇസ്ലാമിന്റെ മേൽ ഇസ്ലാമിന്റേതല്ലാത്ത ജൂതക്രിസ്ത്യാനികളുടെ ജാഹിലിയത്തിന്റെ നിലപാടിനെ കെട്ടിവെക്കലാണ്. തുടർന്ന് ഹൈതമി തന്നെ പറയുന്നത് വൽ ഖൗലു ബിൽ കറാഹ. അപ്പൊ നിങ്ങൾ പറയും അത് കറാഹത്തേ ഉള്ളൂ, ഖബറിന്റെ മുകൾ കെട്ടിടമുണ്ടാക്കുന്നത് കറാഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കറാഹത്ത് എന്ന് പറയുന്നത് 2 നിലക്കുണ്ട്. കറാഹത്ത് തൻസീഹിനാകാം, തഹരീമിനാകാം. നിങ്ങളുടെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഖബറിന്റെ മേൽ കെട്ടിടം ഉണ്ടാക്കുന്നത് ഹറാമിനല്ല കറാഹത്തിനാണ് എന്നാണ്. എന്നാൽ അത് കറാഹത്താണോ? ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ചില കിതാബുകൾ നിങ്ങൾ ഉദ്ധരിക്കാറുണ്ട്, മസ്ലഹത്തിന് വേണ്ടി പണ്ഡിതന്മാരുടെയും ശൈഖുമാരുടെയും ഒക്കെ ഖബറുകൾ കെട്ടിപ്പൊക്കാം. അങ്ങനെയാണ് നിങ്ങൾ ജാറുണ്ടാക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളുടെ ആ വാദത്തെയും ഇവിടെ തച്ചുടക്കുകയാണ് നിങ്ങളുടെ ഇമാമായ ഇബ്നു ഹജർ അൽ ഹൈതമി. വൽ ഖൗലു ബിൽ കറാഹ, ഇത് കറാഹത്താണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് വെറും ചെയ്താൽ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്, ഇനി വേണമെങ്കിൽ മസ്ലഹത്തിന് വേണ്ടി ഹലാലുമാക്കാം എന്ന നിലക്കാണോ? അല്ല, മഹ്മൂലുൻ അലാ ഗൈരി ദാലിക. കറാഹത്ത് എന്ന വാക്ക് അതല്ലാത്ത അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹറാം എന്ന നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത്? ഇദ് ലാ യുളന്നു
ബിൽ ഉലമായി, കാരണം കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച് വിചാരിക്കാൻ പറ്റുകയില്ല. തജ്വീസു ഫിഇലിൻ തവാത്തറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനു ഫായിലിഹി, ഈ ഒരു പണി ചെയ്തവനെ ശപിച്ചു എന്ന് നബിയിൽ നിന്ന് മുത്തവാത്തിറായി വന്നിട്ടുള്ള ഒരു കാര്യത്തെ പണ്ഡിതന്മാർ അനുവദനീയമാക്കി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കറാഹത്തു തൻസീഹ് എന്നല്ല, മറിച്ച് അത് തഹരീം, ഹറാമാണ് എന്നാകുന്നു. ഇപ്പൊ മനസ്സിലായോ മുസ്ലിയാക്കന്മാരെ എന്താണ് സലഫുകളുടെ നിലപാട്? അതുകൊണ്ട് ഈ പണി ഇസ്ലാമിന്റേതല്ല. ഇനി ഇസ്ലാമിന്റേതാണ് എന്ന് നിങ്ങൾ പറയുന്ന വാചകത്തിനും ഹൈത്തമി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുകളിൽ പറഞ്ഞ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. 244 പേജ് 93 മുതൽ 98 വരെയുള്ള വൻപാപമായി അദ്ദേഹം എണ്ണിയിട്ടുള്ളത് ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ പള്ളികളാക്കുക, വ ഈഖാദു സുറുജി അലൈഹ, ജാറങ്ങളുടെ മേൽ തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, വത്തിഹാദുഹ ഔസാനൻ, ജാറത്തെ വിഗ്രഹങ്ങളാക്കുക, മുകൾ പറഞ്ഞ പോലെ, വത്തവാഫു ബിഹ, ജാറത്തെ തവാഫ് ചെയ്യുക, വസ്തിലാമുഹ, ഖബറുകളെ തൊട്ടുമുത്തുക അല്ലെങ്കിൽ തൊട്ടു തടവുക, വസ്സലാത്തു ഇലൈഹ, ഖബറിലേക്ക് നമസ്കരിക്കുക, ഇതൊക്കെ വൻപാപമാണ് എന്നാണ് ഹൈത്തമി വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇത് ഹൈത്തമി വെറുതെ പറഞ്ഞതല്ല. ഒന്ന് തബറാനിയുടെ ഹദീസും രണ്ടാമത്തേത് മുസ്ലിമിന്റെ ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ്. മുസ്ലിമിന്റെ ഹദീസിൽ ജൂത ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാം. അപ്പൊ മുസ്ലിയാരെ, ഇത് ഇസ്ലാമിന്റേതല്ല, സലഫുകളുടേതല്ല, മറിച്ച് ജൂതായിസമാണ്, ജൂതന്മാരുടെ പാരമ്പര്യമാണ്, ജൂത ക്രിസ്ത്യാനികളുടെ മതമാണ്, ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ മതമാണ്. അതാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇതിന് ഇസ്ലാമുമായി ഒരു പുൽക്കടി ബന്ധം പോലുമില്ല എന്നത് ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ കുറയെന്നോ കൂറയെന്നോ കുറയെന്നോ എന്ത് നിങ്ങൾ വിളിച്ചാലും ഏതാളുടെ ഖബറിന്റെ മുകളിലായാലും ശരി, കെട്ടിപ്പൊക്കുക എന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ദുനിയാവിൽ നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ സാധിച്ചേക്കാം, പക്ഷേ പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന കാര്യം ഓർക്കണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ശിർക്കിലേക്കും ശിർക്കിന്റെ വഴികളിലേക്കും കൊണ്ടുപോകുന്ന സമസ്തയിലെ പണ്ഡിതന്മാർ മനസ്സിലാക്കുക, നിങ്ങൾ പണിയെടുക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയല്ല, നിങ്ങൾ പണിയെടുക്കുന്നത് ജൂതായുസത്തിന് വേണ്ടിയാണ്, ജാഹിലിയത്തിലെ അബൂജഹലിന്റെയും അതുപോലുള്ള അബൂലഹബിന്റെയും മതത്തിനു വേണ്ടിയാണ്. അതാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, അതിലേക്ക് കൊണ്ടുപോവുക, ശിർക്കിനെ വെടിയുക, ആളുകളെ പഴപ്പിക്കാതിരിക്കുക. ഒന്നും തിരിയാത്ത സാധുക്കളെ ഇത്തരം അറബി വാചകങ്ങൾ തെറ്റായി വായിച്ച് ഇതൊക്കെ കിതാബാണല്ലോ, സഹാബികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ചെയ്തിട്ടുണ്ടല്ലോ, സലഫുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊടും പാതകമാണ്. നിങ്ങൾ നശിക്കുന്നതിനപ്പുറം സാധാരണക്കാരെ കൂടെ പിഴപ്പിക്കുക എന്ന് പറയുന്നത് കൊടിയ പാപമാണ് എന്ന ഒരു ബോധം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ പണിയാണോ? ഇത് കേൾക്കുന്ന പാവപ്പെട്ടവരായ ആളുകൾ ഇതിൽ വഞ്ചിതരാകാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കൊടിയ പിശാചിന്റെ വേദമോതുന്ന ആളുകളിൽ നിന്ന്, അവരുടെ ശിർക്കിൽ നിന്ന്, അവരുടെ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരുടെ വഴികേടുകളിൽ നിന്ന് അള്ളാഹുവെ സാധുക്കളായ ജനങ്ങളെ, അറബി അറിയാത്ത, കിതാബ് അറിയാത്ത, ഓതിപ്പഠിച്ചിട്ടില്ലാത്ത ഈ ആളുകളെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഇൽമിന്റെ പ്രകാശം നൽകി അവരുടെ ഹൃദയത്തിന് ഈമാൻ നൽകി ശരിയായ മുസ്ലിങ്ങളായി മാറാൻ അള്ളാഹുവെ അവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.